ഒരു മോഹൻലാൽ പടം കാണാൻ ബാല്യത്തിൽ പോകുന്ന അതേ വ്യക്തി തൻ്റെ മകനെയും കൂട്ടി തൻ്റെ ചെറുമകനെയും കൂട്ടി വീണ്ടും ഒരു ലാൽ സിനിമ കാണാൻ പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു വികാരമാണ് ലാൽസം അല്ലെങ്കിൽ ലാൽ തരംഗം എന്ന് പറയുന്നത്. ഒരു സിനിമാ നടന് ഇത്രയേറെ മനുഷ്യരുടെ ഉള്ളിൽ ഓളമുണ്ടാക്കാനും മനുഷ്യരുടെ ഉള്ളിൽ സ്ഥാനമുണ്ടാക്കാനും കഴിയുമോ എന്ന് സംശയമാണ്. അദ്ദേഹം കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കരയുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷനിൽ നമ്മളെല്ലാവരും കൈയടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മളെല്ലാവരും രോമാഞ്ചം കൊള്ളുന്നു. അദ്ദേഹം ഡാൻസ് കളിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കളിക്കുന്നു. പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നു. അപ്പോൾ അത്രയും ഒരു ഇൻഫ്ലുവൻസ് മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ ലോക സിനിമയിലും ഉണ്ടാക്കാൻ മോഹൻലാലിനോളം കഴിവുള്ള ഒരു നടനുണ്ടോ എന്ന് സംശയമാണ്. ഭാവങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, കൺപീലികൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും കയ്യിലെടുക്കുന്ന ലാലിസം. ഒരു മോഹൻലാൽ സിനിമയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കണ്ണുകൾ കൊണ്ടുള്ള ലാലേട്ടൻ്റെ അഭിനയമാണ്. പല അഭിനയ മുഹൂർത്തങ്ങളും കണ്ണുകൾ കൊണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഇതുപോലെ ഒരു നടൻ വേറെ ഉണ്ടോ എന്നത് സംശയമാണ്. അത്രയുമുണ്ട് ലാലേട്ടൻ്റെ കണ്ണുകളിലെ അഭിനയ മികവ്. പ്രായം ഏത് തന്നെയായാലും ലാലേട്ടനോളം ഫ്ലെക്സിബിളായിട്ട് സ്റ്റണ്ടോ അല്ലെങ്കിൽ ഡാൻസോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന വേറൊരു നടനുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്രയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഡാപ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി.